നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. മലയാള സിനിമയുടെ പൊന്നമ്മയായി മലയാളികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ ഇങ്ങനെയൊരമ്മയുണ്ടായിരുന്നെങ്കിൽ എന്ന് കാണുന്നവരെ മുഴുവൻ കൊതിപ്പിച്ച പ്രശസ്ത നടി കവിയൂർ പൊന്നമ്മ അന്തരിച്ചു. 79 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് എറണാകുളം ലിസി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 1 മാസത്തിലേറെയായി ചികിത്സയിൽ തുടരുകയായിരുന്നു. 6 പതിറ്റാണ്ടുകളായി മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന അഭിനേത്രിയായിരുന്നു കവിയൂർ പൊന്നമ്മ. 1000-ലേറെ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള കവിയൂർ പൊന്നമ്മ ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള മലയാളത്തിലെ ആർട്ടിസ്റ്റുകളിൽ ഒരാൾ കൂടിയാണ്. കവിയൂർ പൊന്നമ്മയുടെ ഭൗതിക ശരീരം ഇന്ന് രാവിലെ 9 മണി മുതൽ 12 മണി വരെ കളമശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെക്കും. സംസ്കാരം ആലുവ വീട്ടുവളപ്പിൽ ഇന്ന് വൈകിട്ട് നടക്കും. പൊന്നമ്മ ചേച്ചിയോടൊപ്പം മകനായി അഭിനയിക്കേണ്ടി വന്നിട്ടില്ലെന്നും ജീവിക്കുകയായിരുന്നുവെന്നും നടൻ മോഹൻലാൽ. പെറ്റമ്മയോളം സ്നേഹം കഥാപാത്രത്തിനും ഞാനെന്ന വ്യക്തിക്കും എക്കാലത്തും പൊന്നമ്മ ചേച്ചി പകർന്നു തന്നുവെന്നും മോഹൻലാൽ കുറിച്ചു. പ്രേക്ഷകർക്കും ഞങ്ങൾ അമ്മയും മകനും ആയിരുന്നെന്നും എത്ര കാലം കഴിഞ്ഞാലും അമ്മയ്ക്ക് മകൻ തന്നെയാണ് എന്ന സത്യം വിളിച്ചോതുന്നതായിരുന്നു പല കാലഘട്ടങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച ചിത്രങ്ങളെന്നും മോഹൻലാൽ ഓർമ്മിച്ചു. കവിയൂർ പൊന്നമ്മയുടെ നിര്യാണത്തിൽ അനുശോചിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. തൻ്റെ കഥാപാത്രങ്ങളിലൂടെ കവിയൂർ പൊന്നമ്മ എന്നും മലയാളികളുടെ മനസ്സിൽ മായാതെ നിൽക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. സിനിമയിൽ മാത്രമല്ല, മലയാളത്തിൻ്റെ തന്നെ അമ്മ മുഖമായിരുന്നു കവിയൂർ പൊന്നമ്മയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. കവിയൂർ പൊന്നമ്മ വിയോഗ വാർത്ത കുടുംബത്തിലെ ഒരാളെ നഷ്ടപ്പെട്ട വേദനയാണ് എല്ലാവരിലും ഉണ്ടാക്കുന്നതെന്നും ദുഃഖത്തിൽ പങ്കുചേരുകയാണെന്നും VD സതീശൻ പറഞ്ഞു. അമ്മ വേഷങ്ങളിലൂടെ മലയാളികളുടെ മനം കവർന്ന നടിയായിരുന്നു കവിയൂർ പൊന്നമ്മയെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അനുസ്മരിച്ചു. വയനാട് ദുരന്തമേഖലയിലെ ആദ്യഘട്ട പുനരധിവാസത്തിന് കേരളം ആവശ്യപ്പെട്ട 1202 കോടി രൂപയിൽ തീരുമാനമെടുക്കാതെ കേന്ദ്ര സർക്കാർ വിശദമായ മെമ്മോറാണ്ടം നൽകി. പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. വയനാട്ടിലെത്തി എല്ലാ സഹായവും നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നുവെങ്കിലും 40 ദിവസത്തിനു ശേഷവും പണം കിട്ടിയില്ല. കേരളം നൽകിയ നിവേദനം ചട്ടപ്രകാരമല്ല എന്ന കാരണം പറഞ്ഞാണ് കേന്ദ്ര സഹായം വൈകിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ആന്ധ്രാപ്രദേശിന് വെള്ളപ്പൊക്കം ദുരിതം നേരിടാൻ 3000 കോടിയിലധികം രൂപയുടെ ധനസഹായം 2 ദിവസം മുമ്പ് കൃഷിമന്ത്രി സംസ്ഥാനത്ത് നേരിട്ടെത്തി പ്രഖ്യാപിച്ചപ്പോഴാണ് കേരളത്തിനുള്ള സഹായം നീട്ടിക്കൊണ്ടുപോകുന്നത്. തൃശൂർ പൂരം കലക്കൽ വിവാദവുമായി ബന്ധപ്പെട്ട വിവരാവകാശ പ്രകാരമുള്ള മറുപടി നൽകിയ സംഭവത്തിൽ പോലീസ് ആസ്ഥാനത്തെ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറും NRI സെൽ ഡിവൈഎസ്പിയുമായ MS സന്തോഷിനെ സസ്പെൻഡ് ചെയ്തു. തൃശൂർ പൂരം സംബന്ധിച്ച അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരാവകാശ അപേക്ഷയ്ക്ക് തെറ്റായ മറുപടി നൽകി സർക്കാരിനും പോലീസ് സേനയ്ക്കും കളങ്കം ഉണ്ടാക്കിയെന്ന് കണ്ടതിനെ തുടർന്നാണ് നടപടിയെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. DGPയുടെ റിപ്പോർട്ടിലാണ് സർക്കാർ നടപടി. ഡിവൈഎസ്പിയുടെ നടപടി തെറ്റായ വാർത്ത പ്രചരിക്കാൻ കാരണമായെന്ന് DGPയുടെ റിപ്പോർട്ട്. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്താൻ സംബന്ധിച്ച അന്വേഷണത്തെപ്പറ്റി അറിവില്ലെന്ന് വിവരാവകാശ രേഖ. തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ച് 4 മാസത്തിനു ശേഷം എന്തായി എന്ന് വിവരാവകാശ നിയമം വഴി അന്വേഷിച്ച ചില മാധ്യമങ്ങൾക്കാണ് ഇത്തരം ഒരു അന്വേഷണത്തെപ്പറ്റി ഒരു അറിവുമില്ലെന്ന മറുപടി പോലീസ് ആസ്ഥാനത്ത് നിന്ന് ലഭിച്ചത്. എന്നാൽ അന്വേഷണം പൂർത്തിയായെന്ന് ആണ് ADGP അറിയിക്കുന്നത്. മുൻ കമ്മീഷണർ അങ്കിത് അശോകിൻ്റെ മൊഴി കഴിഞ്ഞ ദിവസം വീണ്ടും രേഖപ്പെടുത്തിയെന്നും ചെന്നൈയിൽ നിന്നും മുഖ്യമന്ത്രി തിരിച്ചെത്തിയാൽ റിപ്പോർട്ട് നൽകുമെന്നാണ് ADGP അജിത് കുമാർ പ്രതികരിച്ചത്. തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ച് 4 മാസത്തിനു ശേഷവും അന്വേഷണമില്ലെന്ന മറുപടി ഞെട്ടിക്കുന്നതാണെന്ന് CPI നേതാവ് VS സുനിൽകുമാർ പറഞ്ഞു. പൂരം കലക്കിയത് യാദൃശ്ചികമാണെന്ന് പറയാനാവില്ലെന്നും രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ആസൂത്രിത ഗൂഢാലോചന നടന്നുവെന്നും അദ്ദേഹം ആവർത്തിച്ചു. പൂരം കലക്കിയതിന് പിന്നിൽ ആരൊക്കെയാണെന്ന് അറിയാൻ ചീഫ് സെക്രട്ടറിക്കും DGPക്കും വിവരാവകാശ അപേക്ഷ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. അന്വേഷണത്തെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള മറുപടിയുമില്ലാതെ നീട്ടിക്കൊണ്ടുപോകാനാണെങ്കിൽ തനിക്കറിയുന്ന കാര്യങ്ങൾ ജനങ്ങളോട് തുറന്നു പറയുമെന്നും സുനിൽകുമാർ പറഞ്ഞു. എന്നാൽ എന്താണ് ഇങ്ങനെ റിപ്പോർട്ട് വന്നതെന്നതിൽ വ്യക്തതയില്ലെന്ന് റവന്യൂ മന്ത്രി
മന്ത്രിയും CPI നേതാവുമായ K. രാജൻ പറഞ്ഞു. ഇതേക്കുറിച്ച് അന്വേഷിച്ചതിനു ശേഷം മറുപടി നൽകാമെന്നും അദ്ദേഹം വിശദീകരിച്ചു. പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ ചട്ടങ്ങൾ ചോദ്യം ചെയ്ത് കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ അംഗം P. സന്തോഷ് കുമാർ നൽകിയ ഹർജിയിൽ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയച്ചു. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചാണ് കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയച്ചത്. ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിനെതിരെ വിജിലൻസ് നടത്തുക പ്രാഥമിക അന്വേഷണം മാത്രമെന്ന റിപ്പോർട്ട് കേസെടുത്ത് അന്വേഷിക്കില്ല. 6 മാസത്തിനു ശേഷം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അജ്മലുമായി നടത്തിയ തെളിവെടുപ്പിനിടെ വൻ പ്രതിഷേധം. അപകടം നടന്ന ആനൂർക്കാവിൽ ജനങ്ങൾ പ്രതിക്കെതിരെ പ്രതിഷേധമുയർത്തി. നാട്ടുകാർ അക്രമാസക്തമായേക്കുമെന്ന് ഭയന്ന് പോലീസ് പ്രതിയെ ജീപ്പിൽ നിന്നും ഇറക്കിയില്ല. പ്രതികൾ താമസിച്ച കരുനാഗപ്പള്ളിയിലെ ഹോട്ടലും അജ്മലിൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലും തെളിവെടുത്തു. നടനും MLAയുമായ മുകേഷിനെതിരെ പരാതി നൽകിയ നടിക്കെതിരെ പോക്സോ കേസ്. ഓഡീഷനായി ചെന്നൈയിലേക്ക് വിളിച്ചു വരുത്തി ബന്ധുകൂടിയായ നടി നിരവധി പേർക്ക് തന്നെ കാഴ്ചവെച്ചെന്നാണ് പരാതി നൽകിയ യുവതിയുടെ മൊഴിയെടുത്ത ശേഷമാണ് മൂവാറ്റുപുഴ പോലീസ് പോക്സോ വകുപ്പുകൾ കൂടി ചുമത്തി കേസെടുത്തത്. പ്രായപൂർത്തിയാവും മുമ്പാണ് അതിക്രമം നടന്നതെന്നും മുകേഷിനെതിരെ പരാതി കൊടുത്ത സ്ത്രീ സെക്സ് മാഫിയയുടെ ആളാണെന്നും യുവതി ആരോപിച്ചിരുന്നു. സംവിധായകൻ രഞ്ജിത്തിനെതിരായ ലൈംഗികാതിക്രമ കേസിൽ പരാതിക്കാരിയായ ബംഗാളി നടിയുടെ രഹസ്യമൊഴി എറണാകുളം CJM കോടതി ഓൺലൈനിലായി രേഖപ്പെടുത്തി. കൊൽക്കത്ത ആലിപ്പൂർ കോടതിയിലായിരുന്നു നടപടി. കൊച്ചിയിൽ വന്ന് മൊഴി നൽകാൻ ബുദ്ധിമുട്ടുണ്ടെന്നാണ് പരാതിക്കാരി അറിയിച്ചതോടെയാണ് രേഖകൾ അന്വേഷണ സംഘം കൊൽക്കത്തയിലെ കോടതിയിലേക്ക് അയച്ച് നടപടികൾ പൂർത്തിയാക്കിയത്. നടിയെ ആക്രമിച്ച കേസിലെ 1ാം പ്രതിയായ പൾസർ സുനിക്ക് കേസിൽ ജാമ്യം അനുവദിച്ചതോടെ 7.5 വർഷത്തിനു ശേഷം ഇന്നലെ വൈകിട്ടോടെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി. കർശന ഉപാധികളോടെയാണ് പൾസർ സുനിക്ക് എറണാകുളം സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനെ കണ്ടെത്താനുള്ള 3ാം ഘട്ട തെരച്ചിൽ ഇന്നലെ ഔദ്യോഗികമായി തുടങ്ങി. ഇന്നലെ വൈകിട്ട് 20 മിനിറ്റോളമാണ് പ്രാഥമിക തെരച്ചിൽ നടത്തിയത്. ഇന്ന് ഡ്രഡ്ജർ ഉപയോഗിച്ച് വിശദമായ തെരച്ചിൽ ആരംഭിക്കും. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.